അഴിമതിക്കെതിരെയും വോട്ടർ പട്ടികയിലെ വിവാദത്തിനെതിരെയും ഘോരഘോരം പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധി എന്തേ അറിഞ്ഞില്ലേ? സ്നേഹത്തിന്റെ കടയിൽ അവിടെയുള്ള ഒരു MLA യുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയും സ്വർണവും പിടികൂടിയത്. അതിനെക്കുറിച്ച് എന്തായിരിക്കും ഇദ്ദേഹം മൗനം പാലിക്കുന്നത്? അത് ഒന്നും മിണ്ടാൻ പറ്റില്ല. കാരണം ഈ കാർവാർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് MLA സതീഷ്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് സതീഷ് കൃഷ്ണ സെയിൽ. ഈ സതീഷ് കൃഷ്ണ സെയിലിൻ്റെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. വീട്ടിലും ഓഫീസിലും ഒക്കെ ആയിട്ട് റെയ്ഡ് നടന്നു. പല ഘട്ടങ്ങളിലായിട്ട് നടന്നു വരുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏറ്റവും ഒടുവിലാണ് ഈ നടന്നിരിക്കുന്ന റെയ്ഡ്. ഇതിനു മുമ്പും പല റെയ്ഡുകളും നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ വിവിധ കോടതികളിൽ കേസുണ്ട്. ചില കേസുകളിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. അദ്ദേഹം ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ച് നിൽക്കുകയാണ്. ശിക്ഷ സ്റ്റേ ചെയ്തിട്ടുണ്ട്, അത് ഇളവ് വെറുതെ വിട്ടിട്ടില്ല അദ്ദേഹത്തെ. അപ്പോൾ ഇത് ശരിക്കു പറഞ്ഞാൽ 2010 തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഈ 2010 മുതൽ ഈ സതീഷ് കൃഷ്ണ സെയിൽ എന്ന് പറയുന്ന ഈ കാർവാർ MLA വിവിധ ഘട്ടങ്ങളിലായിട്ട് ബെല്ലാരിയിൽ നിന്നുൾപ്പെടെ, ഈ കാർവാറിലെ ഇത് അവിടെ നിൽക്കട്ടെ, 2010 ആരംഭിക്കുമ്പോൾ, ഈ അന്വേഷണം ആരംഭിക്കുമ്പോൾ, ആരോപണങ്ങൾ വന്ന് പരാതി വന്ന് അന്വേഷണം ആരംഭിക്കുമ്പോൾ ബെല്ലാരിയിൽ നിന്നുൾപ്പെടെ അനധികൃതമായിട്ട് ഇരുമ്പ് അയിര് ഖനനം ചെയ്തെടുത്ത് കോടിക്കണക്കിന് രൂപയ്ക്ക് വിദേശത്തേക്ക് കയറ്റി വെച്ചു. അതിൽ കോടതി ആദ്യം കണ്ടെത്തിയിരിക്കുന്നത് 38 കോടി രൂപയുടെ നഷ്ടം സംസ്ഥാന ഖജനാവിന് വരുത്തി എന്നുള്ളതാണ് ആദ്യത്തെ കേസ്. അവിടെ നിന്ന് ആരംഭിച്ച് ഈ 38 കോടിയൊന്നും അല്ല, വലിയ, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയ തുകയുടെ ക്രമക്കേടുകളൊക്കെയാണ് അവിടെ നടന്നിരിക്കുന്നത്. സത്യത്തിൽ ഈ കർണാടക കോൺഗ്രസിനെ നിലനിർത്തുന്നത് പോലും ഇങ്ങനത്തെ ചില ആൾക്കാരാണ് എന്ന ആക്ഷേപം അവിടെ ഉണ്ട്. അപ്പോൾ അന്ന് 2010 തുടങ്ങി, ഇപ്പോൾ ഒന്ന് ആലോചിക്കണം, ഇത് 2025 15 വർഷം കൊണ്ട് ഈ MLAക്കെതിരെ കേസ് നടക്കുകയാണ്. പക്ഷേ അയാൾ ഇപ്പോഴും കോൺഗ്രസിൻ്റെ MLA ആയി തുടരുന്നു എന്നുള്ളത്. ഈ ബെലക്കേരി, കാർവാറിലെ ബെലക്കേരി എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ഈ പറഞ്ഞതുപോലെ ഈ അയിര് ഖനനം ചെയ്ത് അത് കൊണ്ടുവന്ന് പിന്നെ വിദേശത്തേക്ക് കയറ്റി അയച്ചു. അങ്ങനെ അതൊരു കേസ് വേറെ. ഇതൊക്കെ ഈ എനിക്ക് തോന്നുന്നു പുതുതായിട്ട് വന്ന കേസുകളാണ്. ഈ ബെല്ലാരിയിലെ കേസാണ് ഏറ്റവും പഴക്കം ചെന്ന കേസ്. അങ്ങനെ ഈ 15 വർഷമായിട്ട് തുടരെ കേസുകളിൽ പ്രതിയായിട്ട് പോലും അദ്ദേഹം കോൺഗ്രസിൻ്റെ MLA ആയിട്ട് മത്സരിക്കുന്നു, ജയിക്കുന്നു, തൻ്റെ മിടുക്കുകൊണ്ട് ജയിക്കുന്നു, അദ്ദേഹം അധികാരത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നു. പക്ഷേ കേസുകൾ അന്വേഷണത്തിലാണ്, കോടതി ഇടപെടുന്നുണ്ട്. കീഴ്ക്കോടതികളിൽ അദ്ദേഹത്തിന് ശിക്ഷ കിട്ടി, ഹൈക്കോടതിയിൽ പോയി അത് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ED ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ ഈ വീട്ടിൽ റെയ്ഡ് നടത്തിയിരിക്കുന്നതും ED ആണ്. അത് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട്, കർണാടകയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണല്ലോ. ഒരു ഭാഗത്ത് DK ശിവകുമാറുമായി ബന്ധപ്പെട്ട് ഇത്തരം അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഇത്തരത്തിൽ പല MLAമാർക്കെതിരെയും വിവാദങ്ങളുണ്ട്. പക്ഷേ രാഹുൽ പറയുന്നത് സ്നേഹത്തിന്റെ കട എന്നാണ്. സ്നേഹത്തിന്റെ കടയാണ്. അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ഭൂമി, അതായത് ഒരാള് തൻ്റെ കൈവശം വെച്ച് കരമടച്ച് തണ്ടപ്പേര് തൻ്റെ പേരിലാക്കി പട്ടയം പിടിച്ച് പോക്കുവരവ് ചെയ്ത് കൃത്യമായിട്ട് കരമടച്ച് എത്രയോ വർഷങ്ങളായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണ് സിദ്ധരാമയ്യയും സംഘവും, സിദ്ധരാമയ്യയുടെ വേണ്ടപ്പെട്ട ആൾക്കാർ. അവരത് മറിച്ച് വിറ്റിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തി മറിച്ച് വിറ്റിട്ട് കാശടിച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ. ഇത് സ്നേഹത്തിൻ്റെ കടയാണോ അതോ വെറുപ്പിൻ്റെ കടയാണോ എന്തോ എനിക്കറിയില്ല. പക്ഷെ രാഹുൽ ഇതൊന്നും അറിഞ്ഞതായിട്ട് പോലും ഭാവിക്കുന്നില്ല. ഈ പറഞ്ഞ ഈ സതീഷ് കൃഷ്ണ സെയിലിനെതിരെ ഇത്രയേറെ കേസുകൾ നടക്കുന്നുണ്ട്. നോക്കൂ, അല്ല, അത് മറ്റേ വോട്ടർ പട്ടികയിലെ വിവാദത്തിന് സമാനമായിരിക്കും. അവരുടെ സർക്കാരാണ് ഭരിക്കുന്നത്, പക്ഷെ വോട്ടർ പട്ടികയിൽ കേന്ദ്ര സർക്കാരാണ് ക്രമക്കേട് നടത്തിയത്. MLA പുറത്ത്. അതുപോലെ തന്നെ സ്വന്തം MLA കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കും, പക്ഷെ അതിന് കുറ്റം പറയുന്നത് കേന്ദ്ര സർക്കാരിനെ. ഇവിടെ ഇപ്പൊ ED റെയ്ഡ് നടത്തിയ EDക്കാണ് കുറ്റം. ED എന്തിനിത് ചെയ്തു? ED വേട്ടയാടുന്നു എന്നാണ് രാഹുൽ പറയുന്നത് ഈ വിഷയത്തിൽ.
അവരുടെ MLA ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് പരിശോധിക്കുകയല്ല, കുറഞ്ഞ പക്ഷം ഞങ്ങളത് അന്വേഷിക്കട്ടെ, ഞങ്ങളത് പരിശോധിച്ചിട്ട് പറയാം എന്നെങ്കിലും ഒരു വാക്ക് പറയണ്ടേ. അങ്ങനെ മിണ്ടുന്നില്ല. പകരം ED കോൺഗ്രസ് MLAയെ വേട്ടയാടുന്നു, ED ഞങ്ങളെ കള്ളക്കേസിൽ പെടുത്തുന്നു. ഇതൊക്കെയാണ്. ഈ സതീഷ് കൃഷ്ണ സെയിലിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ സാധനങ്ങളുടെയൊക്കെ ലിസ്റ്റ് ഞാനൊന്ന് പറയാം. ഈ വീട് ED ആണല്ലോ പരിശോധിച്ചത്. 1.68 കോടി രൂപ. ഈ 1.68 കോടി രൂപ വീട്ടിൽ സൂക്ഷിക്കുന്നതിന് ബാങ്കിലിട്ടൂടെ? ഇത്രയും വലിയ തുക വീട്ടിൽ സൂക്ഷിക്കേണ്ട കാര്യമുണ്ടോ? എത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ഇവിടെ അംബാനിയുണ്ട്, അദാനിയുണ്ട്, ടാറ്റയുണ്ട്, ബിർളയുണ്ട്, ഇവരൊക്കെ വീട്ടിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ട്രാൻസാക്ഷനും ത്രൂ ബാങ്കാണ്. അവർ ബാങ്കിന് പുറത്തേക്ക് ഈ ചില്ലറ പണം കൊടുത്ത് വാങ്ങുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ പർച്ചേസ് പോലും അവരുടെ ജീവിതത്തിൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി 6.75 കിലോ സ്വർണം ഒരു വീട്ടിൽ ഇരിക്കുന്നതാണ്. 6.25 കിലോ സ്വർണം വീട്ടിൽ സൂക്ഷിക്കുകയാണ്. എത്ര കോടി രൂപയായെന്ന് ആലോചിച്ച് നോക്കി അല്ലേ? ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഈ ആഫ്രിക്കയിൽ നിന്നും മറ്റുമൊക്കെ സ്വർണം ഗൾഫിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. നമുക്കറിയാമല്ലോ, PV അൻവർ MLA ആയിരുന്ന PV അൻവറിന് ആഫ്രിക്കയിൽ ഖനികളുണ്ട്, സ്വർണം ഇത് ചെയ്യുന്ന ഖനികളുണ്ട്, ഖനനം ചെയ്യുന്ന. അവിടെ നിന്ന് ലൈസൻസോടുകൂടി സ്വർണം ഇന്ത്യയിൽ കൊണ്ടുവരികയാണെങ്കിൽ ഏതാണ്ട്, ഞാനൊരു ഏകദേശ കണക്കാണ് പറയുന്നത്, 1 കിലോ സ്വർണത്തിന് 90 ലക്ഷം രൂപ, 1 കോടിക്കടുത്ത് വില വരും. അങ്ങനെ 6.25 കിലോ സ്വർണമാണ് ഇരിക്കുന്നത്. എത്ര കോടി രൂപയായി? ഏതാണ്ട് 7 കോടിക്കടുത്ത് തുകയായി അല്ലേ? സാധനത്തിൻ്റെ വില 7 കോടിക്കടുത്ത് വരും. ഇങ്ങനെ ഇത് ഇയാൾ മാത്രമല്ല, ഇയാളുടെ കൂട്ടുപ്രതികളുണ്ട്. ഇയാൾ ഒറ്റയ്ക്കല്ല ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ കൂട്ടുപ്രതികളുടെ വീട്ടിൽ നിന്നും ഇതുപോലെ പണവും സ്വർണവും പിടിച്ചിട്ടുണ്ട്. ഇത് ഇയാളുടെ വീട്ടിൽ നിന്ന് മാത്രം പിടിച്ചതാണ്. അത് കൂട്ടുപ്രതികളുടെ വീട്ടിൽ നിന്ന് പിടിച്ചിരിക്കുന്നത് 14.13 കോടി രൂപ നിക്ഷേപമുള്ള വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് ഇയാൾക്ക്. ഈ പിടിച്ചെടുത്ത മാത്രമല്ല, കൂട്ടുപ്രതികളുടെ വീട്ടിൽ ഒക്കെ റെയ്ഡ് നടത്തി അവിടുന്ന് ഒക്കെ സ്വർണവും പണവും പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്കുകൾ പുറത്തു വിട്ടിട്ടില്ല. അപ്പോൾ ഈ 14.13 കോടി രൂപയുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകൾ ED മരവിപ്പിച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ പിന്നെ അയാളുടെ ഇമെയിൽ, ഈ ബാങ്ക് ട്രാൻസാക്ഷൻ, നെറ്റിലൂടെ നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻ, അതിൻ്റെയൊക്കെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ED. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് മുന്നോട്ട് പോകണം. അപ്പം നേരത്തെ പുള്ളിക്ക് കേസുകളുണ്ട്. അത് ഈ ഇരുമ്പയർ കയറ്റുമതി ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. ഖനനം ചെയ്ത് ഇരുമ്പയിര് എടുത്ത് അത് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത് അത് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന് വലിയ നഷ്ടം വരുത്തി. 38 കോടി രൂപ എന്ന ഔദ്യോഗിക കണക്ക് പറയുന്നു. പക്ഷെ അത്രയുമല്ല, അതിൻ്റെ പല ഇരട്ടി തുക വരും എന്നാണ് പുറത്തു വന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കർണാടകയിലെ അടക്കം നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ അടക്കം 2010 മുതൽ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2010 കേന്ദ്രം ഭരിച്ചിരുന്നത് ആരാ? മൻമോഹൻ സിംഗ് സർക്കാരല്ലേ? 2014 മോദി വന്നത്. അപ്പോൾ 2010 ആരംഭിച്ച കേസുകളുടെ തുടർച്ചയാണ് ഇത്. കേസ് വരുമ്പോൾ ഇയാൾ കോടതിയിൽ പോകും. കോടതിയിൽ നിന്ന് അന്വേഷണത്തിന് സ്റ്റേ വാങ്ങും. ആ ഏജൻസികൾ അത് മറികടക്കാനുള്ള തെളിവുകളുമായിട്ട് കോടതിയിൽ പോയി കോടതിയിൽ നിന്ന് ആ സ്റ്റേ വെക്കേറ്റ് ചെയ്യും. അന്വേഷണമായിട്ട് മുന്നോട്ട് പോയി മറ്റെന്തെങ്കിലും ഒരു പുതിയ കണ്ടെത്തൽ നടത്തുന്നു. ഉടനെ ഇയാൾ വീണ്ടും പോയി അതിന് സ്റ്റേ വാങ്ങി. ഇങ്ങനെ കേസ് നീണ്ടു പോവുകയാണ്. കോടതി നടപടിക്രമങ്ങളെ ഉപയോഗിച്ച് കേസിനെ, അന്വേഷണത്തെ വഴിതെറ്റിച്ചും പിടിച്ചു നിർത്തിയും തടസ്സപ്പെടുത്തിയും ഒക്കെ ഈ സതീഷ് കൃഷ്ണ സെയിൽ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ കയ്യിൽ കോടിക്കണക്കിന് രൂപയുടെ പണമുണ്ട്. അയാൾക്ക് നല്ല മുന്തിയ വക്കീലന്മാരെ വെക്കാം. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ കേസ് വാദിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജനങ്ങളുടെ കോടതിയിൽ നിന്ന് അയാൾ രക്ഷപ്പെടില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ED ഇത്രയും ആഴത്തിലിറങ്ങി അന്വേഷിച്ച് അയാളുടെ വീട്ടിൽ നിന്നും കൂട്ടുപ്രതികളുടെ വീട്ടിൽ നിന്നുമൊക്കെ കോടിക്കണക്കിന് രൂപയും സ്വർണവും കണ്ടെത്തിയിട്ടുണ്ട്. അയാളുടെ ബാങ്ക് അക്കൗണ്ട് തന്നെ വലിയ തുക വരും. അത് ED മരവിപ്പിച്ചിരിക്കുകയാണ്. അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കാണാം. ഒരു കാര്യം സത്യമാണ്, ED വേട്ടയാടുന്നു എന്ന ആക്ഷേപം
രാഹുലിൻ്റെ ആക്ഷേപം നിലനിൽക്കില്ല. കാരണം രാഹുലിൻ്റെ പാർട്ടിയുടെ ഭരണകാലത്ത് 2010 ആരംഭിച്ച കേസാണ്. അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള സകല വിവരങ്ങളും നമ്മളെടുത്ത് പരിശോധിച്ചാൽ സർക്കാരുകൾ ഈ പറയുന്നത് പോലെ ഇയാളെ രക്ഷിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവും ആരെങ്കിലുമൊക്കെ. പക്ഷേ അവിടെ അതൊന്നും വിലപ്പോയിട്ടില്ല. ഏജൻസികൾ വളരെ കൃത്യമായിട്ട് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. വെറുതെ ED തെറി വിളിക്കേണ്ട. സ്നേഹത്തിൻ്റെ കട എന്ന് പറഞ്ഞ് തുറന്നു വച്ചിരിക്കുന്ന ഈ വെറുപ്പിൻ്റെ കട, ഈ കൊള്ളയുടെ കട, ഈ എന്താ പറയണ്ടേ, സംസ്ഥാന ഖജനാവ് കട്ടുമുടിക്കുന്ന ഈ കട, അത് പൂട്ടുന്നതാണ്, എത്രയും പെട്ടെന്ന് പൂട്ടുന്നതാണ് രാഹുലിനും കോൺഗ്രസിനും നല്ലത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.